ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പലവിധ കാരണങ്ങളാൽ നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ ഓൾറെഡി ഗൂഗിൾ അക്കൗണ്ട് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വരാറുണ്ട്. ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് ആരെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം ആ ഫോൺ വിറ്റതായിരിക്കും, അതോടൊപ്പമായിരിക്കും നമുക്ക് ആ ഗൂഗിൾ അക്കൗണ്ട് കിട്ടിയിരിക്കുന്നത്. അതുമാത്രമല്ല, വിറ്റ ആൾ ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് വേറെ ഏതെങ്കിലും ഡിവൈസിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച സെക്കൻഡ് ഹാൻഡ് ഫോണിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികളും ഡിവൈസ് വിറ്റ ആൾക്ക് കാണാൻ സാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ OTP വന്നു കഴിഞ്ഞാലും വിറ്റ ആൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ഹാൻഡ് ഫോണുകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ റിമൂവ് ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഈ ഗൂഗിൾ അക്കൗണ്ട് ഒരുപാട് നാൾ ഉപയോഗിച്ചത് മൂലം ഒരുപാട് പരസ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള അക്കൗണ്ടുകൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്നതനുസരിച്ച് ഒരു പുതിയ ഗൂഗിൾ അക്കൗണ്ട് നിർമ്മിക്കാനും ചിലതൊക്കെ റിമൂവ് ചെയ്യാനും ചെയ്യേണ്ടതായിട്ടൊക്കെ നമുക്ക് വരാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യുന്നതിനൊക്കെ നല്ലത് പറ്റുമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകുന്നില്ല, മറിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലും ഹാക്കർമാരുടെ കയ്യിലൊക്കെ പെടുവാനും അത് ഉപയോഗിച്ച് നമ്മുടെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ പരിശോധിക്കാനും അവർക്ക് സാധിക്കുന്നതാണ്. അതിനാൽ തന്നെ പരമാവധി നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ ഡിലീറ്റ് ചെയ്യാവുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് ഓണാക്കി ഇട്ടേക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടതാണ്. നമ്മളിവിടെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ ഒരു ആപ്പാണ് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. ആ ഒരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരുന്നതാണ്. ഇവിടെ നമ്മൾ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് താഴെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനാണ് യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു അടുത്തൊരു വിൻഡോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എത്ര Gmail ID ഉപയോഗിച്ചാണ് എത്ര ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതനുസരിച്ച് അത്രയും ഗൂഗിൾ അക്കൗണ്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് പല ഗൂഗിൾ അക്കൗണ്ടും ഞാനിവിടെ മറച്ചിരിക്കുകയാണ്. ഇതിൽ ഏത് ഗൂഗിൾ അക്കൗണ്ടാണ് നമ്മുടെ ഡിവൈസിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. ആ ഒരു വിൻഡോയിലായിരിക്കും നമ്മുടെ ഡിവൈസിലുള്ള ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്തതോടുകൂടി അടുത്തൊരു വിൻഡോയിലേക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഗൂഗിളിൻ്റെ ഒരു ചിഹ്നവും കാണാം. താഴെയായിട്ട് നമ്മുടെ Gmail ID നമുക്ക് കാണാവുന്നതാണ്. Gmail ID ഞാനിവിടെ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനിവിടെ മായ്ച്ച് കളഞ്ഞിരിക്കുകയാണ്. തൊട്ട് താഴെയായിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അതിന് താഴെയായിട്ടാണ് അക്കൗണ്ട് സിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അതിനും താഴെയായിട്ട് നമുക്ക് റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡിവൈസിലുള്ള ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ആയി പോകുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിൽ നിന്ന് മാത്രമേ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ആവുന്നുള്ളൂ, അത് ഡിലീറ്റ് ആയി പോകുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. നമ്മൾ ഈ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ Gmail ID ഫോൺ നമ്പരും പാസ്വേഡും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് തിരിച്ചെടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഡിവൈസിൽ നിന്ന് മാത്രമേ ഇത് റിമൂവ് ആവുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ റിമൂവ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്തതോടുകൂടി ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് റിമൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പോപ്പ് വിൻഡോ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ക്യാൻസൽ അല്ലെങ്കിൽ റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ റിമൂവ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിലെ ഡിവൈസിൽ നിന്ന് റിമൂവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ വേറെയും Gmail ID ഉണ്ടെങ്കിൽ ആ ഒരു Gmail IDയുടെ അടിസ്ഥാനത്തിൽ വേറെയും ഗൂഗിൾ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡിവൈസിൽ ഒന്നിൽ കൂടുതൽ Gmail ID ഉണ്ടെങ്കിൽ ഒരു ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ആയി പോയെന്ന് കരുതി നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട് ഇല്ലാതാകുന്നില്ല. മറ്റു Gmail ID ഉപയോഗിച്ച് നമ്മുടെ ഡിവൈസിൽ മറ്റ് ഗൂഗിൾ അക്കൗണ്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.